ബണ്ണാർഘട്ട നാഷണൽ പാർക്കാണ്. ജുറാസിക് പാർക്കും അതേപോലെ നാഷണൽ ജിയോഗ്രഫി ഒക്കെ കാണുന്ന അതേ ഫീൽഡിൽ കാണാൻ പറ്റുന്ന ഇന്ത്യയിലെ ബാംഗ്ലൂരുള്ള ഒരു പാർക്കാണിത്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. വാ. നമ്മളെ നിയറസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു പാർക്കുകൾ ഞങ്ങൾ അറിഞ്ഞില്ല. യാദൃശ്ചികമായിട്ടാണ് നമ്മളിവിടെ ഈ പാർക്കിൽ എത്തിപ്പെട്ടത്. പക്ഷെ ഇത് ശരിക്കും എല്ലാവരും വന്നത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പാർക്കാണ്. അടിപൊളി അടിപൊളി. നാച്ചുറൽ ആയിട്ട് ഇത്രയും അടുത്ത് നമ്മൾ മൃഗങ്ങളൊക്കെ കാണാം, ആനിമൽസിനെ കാണാൻ പറ്റാവുന്ന. ട്രക്കിങ്ങിന് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ AC ബസ് മാത്രം തിരഞ്ഞെടുക്കാം. കാരണം എന്താ വെച്ചാൽ നോൺ AC ബസ്സുകളിൽ ഫുൾ ഗ്രില്ലായിരിക്കും, നമ്മൾ പുറത്തേക്കുള്ള വ്യൂ കുറയും. അതിന് ചെറിയ വ്യത്യാസമുള്ളൂ, റൈറ്റിൽ ചെറിയ വ്യത്യാസമുള്ളൂ. 800 AC ബസ് 800 ആണെങ്കിൽ നോൺ AC 650 രൂപ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ടിലിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഡ്രൈവറുമായിട്ട് കമ്പനി വെച്ചിട്ട് ഡ്രൈവറെ ക്യാബിനിലാണ് കയറിയിരിക്കുന്നത്. ഇവിടുന്ന് നല്ല വ്യൂ ആണ്. ഡ്രൈവർ നന്നായി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളോട്. നമ്മൾ പല ഗേറ്റുകൾ കിടന്നിട്ടാണ് ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഫസ്റ്റ് ഗേറ്റ് തന്നെ എന്നാൽ നമ്മൾ ഉള്ളിൽ കയറിയതിന് ശേഷം ബാക്കിൽ അടിച്ചതിന് ശേഷമാണ് ഫ്രണ്ടിൽ തുറക്കുന്നത്. അതിൻ്റെ അടുക്ക് വേറൊരു കിടങ്ങുണ്ട്. എന്ന് വെച്ചാൽ ആനിമൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ പറയുന്നത്. ബോർഡർ ചെയ്തിട്ടാണ് ഓരോ ഭാഗങ്ങളും ഓരോ ആനിമൽസിനെ വേർതിരിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ സിംഹത്തിനാണ് കണ്ടത്. കയറി ഫസ്റ്റ് ഭാഗത്ത് തന്നെ സിംഹമുള്ള. നമ്മുടെ തൊട്ട് മുമ്പിൽ ബസ്സിനെ വട്ടം വെച്ച ഒരു സിംഹം, ഒരു പെൺസിംഹമാണ് നമ്മളെ വണ്ടിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ പേടിച്ചിട്ടുണ്ട്. ബസ്സിൽ നമ്മൾ പേടിച്ച്, ഭാഗ്യം കൊണ്ട് നമ്മളൊന്നും മൈൻഡ് ചെയ്യാത്ത സൈഡിൽ കൂടെ അങ്ങ് പോയിട്ടുണ്ട്. ഈ ഫ്രണ്ടിലെ ഭാഗം ഡ്രൈവറെ ഭാഗം ഓപ്പണാണ് ക്യാബിന്, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഗ്ലാസ്സിൽ അടിച്ചിട്ടതാണ്. ഇത് ടൈഗറിൻ്റെ ഏരിയ ആണ്. ഇതിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഒരു വെള്ള ടൈഗർ ഉണ്ട്, വൈറ്റ്. പക്ഷേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ദൂരെയാണ് കണ്ടത്. ഏകദേശം ഒരു 26 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ കാടുള്ളത്. ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂർ നമുക്ക് ചുറ്റി കാണാനുണ്ടാവും. ഇത് കരടികൾ ഏരിയ ആണ്. ധാരാളം കരടികളുണ്ട്, ഉള്ളിലൊക്കെ ഉണ്ട്, കിടന്നുറങ്ങുന്നതൊക്കെ ഉണ്ട്. ഈ ഉച്ച സമയത്താണ് നമ്മൾ എത്തിക്കൊണ്ടുള്ള ഒരു വിഷയമാണ്. ഇത് രാവിലെ വൈകുന്നേരം ആണെങ്കിൽ നമുക്ക് റോഡ് സൈഡിൽ ഫുള്ള് മൃഗങ്ങളെ കാണാൻ പറ്റും. ഈ ട്രക്കിംഗ് വണ്ടികൾ വരുന്ന സമയത്ത് മാത്രമാണ് ഈ ഗേറ്റ് തുറക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാതിരിക്കാനെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവം കണ്ടത്, ഒരു മ്ലാവിനെ ഒരു കൂട്ടം ചെന്നായ്ക്കൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത്. ബാംഗ്ലൂർ നാഷണൽ ഹൈവേന്ന് ഒരു 6 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഈ ബണ്ണാർഘട്ട നാഷണൽ പാർക്ക്. ഏകദേശം 26 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഏകദേശം നമുക്ക് ഒരു 1.5-2 മണിക്കൂറോളം ചുറ്റി കാണാനുണ്ടാവും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആന, കാട്ടുപോത്ത്, മാന്, മുതല, നമ്മൾ സ്ഥിരം കാണുന്ന അങ്ങനത്തെ ജീവികളെ നമുക്ക് ഇതിൻ്റെ കൂടെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് ലാസ്റ്റ് ഈ കർണാടകക്കാർ ഒക്കെ പറയുന്ന കാട്ടുപശു എന്ന് പറഞ്ഞിട്ട് ഒരു മാൻവർഗത്തിലുള്ളൊരു